പൊടിച്ചു വയ്ക്കും പൊടിച്ചു വയ്ക്കും നന്ദിയോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പെട്ടെന്ന് മാം ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചത് ആൾക്കാരെ എൻക്വയറി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വാട്സപ്പ് ബിസിനസ് എന്ന് പറയുന്ന ഇതൊക്കെ എടുത്തിട്ട് അതിനകത്ത് എൻ്റെ നമ്പർ കൊടുത്ത് അതിനകത്തായിരുന്നു ഗൂഗിൾ പേ ഉള്ള നമ്പർ. ആ നമ്പർ കൊടുത്തുകൊണ്ട് വാട്സപ്പ് ബിസിനസ്സിൻ്റെ തുടങ്ങിയതിനാവുന്ന പിന്നെ ഒരു മാസം കറക്റ്റ് ഒരു മാസം അതങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും അറിയുന്നൊന്നുമില്ല. ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ഇത് അറിഞ്ഞു വിളിക്കുന്നവര് അല്ലെങ്കിൽ ഇതിന്റെ പരസ്യം വാട്സപ്പിൽ ബിസിനസ് ടൂൾസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിൽ നിന്ന് ബിസിനസ് ടൂൾസ് എടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ തുടങ്ങി. ആ ചെയ്ത അഡ്വർടൈസ്മെന്റിൽ നിന്ന് എൻക്വയറി വരുന്നു. അപ്പം ഈ 1400 രൂപയും പ്ലസ് കേരളത്തിന് വെളിയിലേക്കാണെങ്കിൽ അതിന്റെ കൊറിയർ ചാർജും കൂടെ വാങ്ങിക്കും. കേരളത്തിനകത്ത് എല്ലാവർക്കും തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. കേരളത്തിനകത്ത് കഴിഞ്ഞ വർഷം മുഴുവൻ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കും. ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ട് എന്ന് അറിയാവുന്നവരുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നാൽ 250 രൂപ 350 രൂപ കൊടുത്ത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഹലുവ വാങ്ങിച്ച് കഴിക്കുന്നവരുമുണ്ട്. അപ്പം എല്ലാവർക്കും ഈ 1500 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ അതിന് പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കൂടച്ചക്ക കൊണ്ടൊന്ന് ചെയ്യാൻ. എന്നിട്ട് അതിനെ ഞാൻ 700 രൂപ വെച്ച് കൊടുത്തു നോക്കി. പക്ഷെ അതിന് എനിക്ക് ചെയ്യാൻ അറിയാൻ മേലാത്തോണ്ട് കേട്ടോ. കൂടച്ചക്ക കൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ ഇതുവരെ ശരിയായ രീതിയിൽ ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നാളൊന്ന് കൊടുത്തു, പിന്നെ അതിന് നിർത്തി. അങ്ങനെ ഒരു മാസം നമ്മളിങ്ങനെ അപ്പോൾ ഫേസ്ബുക്കിൽ നല്ലപോലെ ആൾക്കാർ ഓർഡർ ചെയ്യുന്നു. വാട്സപ്പ് ബിസിനസ് ത്രൂ നല്ലതായിട്ട് ആൾക്കാർ ഓർഡർ ചെയ്യുന്നു. ആ സമയം പ്രൈമറി യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. നമ്മുടെ വീട്ടിലെ പാത്രങ്ങളും ഇതും എടുത്ത് ആകെ കവർ വാങ്ങിക്കുന്നതിനും ഇത് നാട്ടിൽ അയക്കുന്നതിനുമുള്ള എക്സ്പെൻസേ ഉള്ളൂ. എക്സ്പെൻസ് ആയിട്ട് കൂടുതൽ വരുന്നത്. അല്ലാതെ പിന്നെ വാങ്ങിക്കുന്നത് ഞാൻ ശർക്കര വാങ്ങിക്കുന്നത് നമ്മുടെ തിരുവല്ല കല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള കൃഷി വകുപ്പിൻ്റെ തന്നെ കരിമ്പിൻ ഫാക്ടറിയിലെയാണ്. അപ്പം അതെന്ന് പറയുന്നത് 160 രൂപ ഒരു കിലോ. അബ്സല്യൂട്ട്ലി എല്ലാവർക്കും അറിയാവുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ചക്കക്കാലത്തും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്. ഈ നാട്ടിലൊന്നും അങ്ങനെ ഒരു പുതുമയില്ല ഈ സാധനങ്ങൾ. പക്ഷെ ആർക്കും ഇപ്പം ചെയ്യാൻ വയ്യ എന്നുള്ളൊരു പ്രയാസമുണ്ട്. കാരണം അപ്പനോ അമ്മയോ ഒക്കെ പ്രായമായവരൊക്കെയാണ് വീട്ടിലുള്ളത്. പിന്നെ 10 ദിവസം നാട്ടിൽ വരുന്ന മക്കൾക്കൊന്നും ഇതൊന്നും ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിച്ചാലും അത് അറിയത്തില്ലാതെ ചെയ്താലേ ഇത് മോശമായി പോകത്തേ ഉള്ളൂ. ഈ കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇപ്പം വരെയും എല്ലാ ചക്കക്കാലത്തും ഞങ്ങളുടെ വീട്ടിലെ ഒരു മസ്റ്റ് പ്രിപ്പയറിങ് ഐറ്റമാണ് ഈ ചക്കയരിമ. കാരണം വീട്ടിലൊരു 4-5 പ്ലാവുണ്ട്. അതിൻ്റെയൊക്കെ ചക്കപ്പഴം എടുത്ത് ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് സൂക്ഷിച്ച് വെച്ച് അത് ഇങ്ങനെ ഉപയോഗിക്കുകയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. കാരണം പിന്നെ ഒരു വർഷത്തേന് ആരെങ്കിലും ഒന്ന് എടുത്ത് വീട്ടിൽ വരുമ്പോൾ മുറിച്ച് വെക്കാനുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണിത്. അപ്പം പിന്നെ പപ്പായുടെ പെങ്ങന്മാർ വരുമ്പോഴോ മമ്മിയുടെ ആങ്ങളമാർ വരുമ്പോഴോ ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ട് എപ്പോഴും ഉണ്ടാകുന്നതാണ്. റേച്ചൽ മാത്യു, റേച്ചൽസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു സംരംഭം 1 വർഷവും 2 മാസവുമായിട്ട് റാന്നി ചെത്തോങ്കര പത്തനംതിട്ട ജില്ലയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പ്രോഡക്റ്റുകൾ തുടങ്ങി ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അറിഞ്ഞ് വന്ന് വീട്ടിൽ തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. ഹലുവയായിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. പിന്നെ ചക്ക വരട്ടി ചെയ്യാൻ തുടങ്ങി. അതുപോലെ ചക്കയുടെ ചിപ്സ്, മറ്റ് ചിപ്സുകളെല്ലാം തന്നെ എല്ലാ ഐറ്റംസും ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി,
ഇതൊക്കെ വീട്ടിൽ തന്നെ വൃത്തിയാക്കി ഉപയോഗിക്കുന്നതാണ്. ഓഫ് സീസണിലും ചക്കയുടെ പ്രോഡക്റ്റുകൾ കിട്ടത്തക്ക പോലെ ഇപ്പോൾ പ്ലാവുകൾ പുതിയ ഇനങ്ങൾ ഉള്ളതുകൊണ്ട് ഓഫ് സീസണിലും ചക്കയുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ കുഴലപ്പം, അരിമുറുക്ക്, അവൽ വിളയിച്ചത്, അവലോസുണ്ട, പിന്നെ പിക്കിൾസ് എല്ലാം ഉണ്ട്. ഇറച്ചി, മീൻ, പാവയ്ക്ക, വെളുത്തുള്ളി, നെല്ലിക്ക, മാങ്ങ, നാരങ്ങ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വർഷമായിട്ട് നല്ല രീതിയിൽ ഈ സംരംഭം വളർന്നു വരുന്നു. അതിന് ലഭിക്കുന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി. ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്, ഞങ്ങളുടെ ക്ലാസ്സൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നന്ദി പ്രത്യേകം മാഡംസിനും കേട്ടിരുന്ന എല്ലാവർക്കും അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ 15 പേരുമാണ് കേട്ടോ. ഞങ്ങളുടെ സ്റ്റാഫാണ് ഞങ്ങളിത് വളർന്നു വരാൻ, അവരുടെ ആത്മാർത്ഥതയും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഞങ്ങളിത് വളർന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു. താങ്ക് യു. നന്നായി അത്രയും നേരം സഹിച്ചതിന് മാത്രമല്ല